ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ ഇറാൻ ന്യൂസിലൻഡ് മത്സരം അരങ്ങേറുമ്പോൾ ഗ്യാലറിയിൽ ഒരു ബാനർ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. മിനാബും അവിടെ അമേരിക്ക കൊന്നു തള്ളിയ 168 കുട്ടികളെയും ഞങ്ങൾ മറന്നു കളയില്ല. ഇറാൻ ആരാധകർ ധീരമായി തങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകകപ്പിനായി ഇറാനിയൻ കളിക്കാർ യാത്ര തിരിക്കുമ്പോൾ അവരുടെ നെഞ്ചിലും ആ കുഞ്ഞുങ്ങളുടെ എണ്ണം പതിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. കിവീസിനെതിരായ മത്സരം കഴിഞ്ഞുടൻ ഇറാനിയൻ താരങ്ങൾക്ക് അമേരിക്കയുടെ നിർദ്ദേശമെത്തി. ഉടൻ രാജ്യം വിടണം, വിശ്രമമൊക്കെ അങ്ങ് അതിർത്തിക്കപ്പുറത്ത് മതി. വിശ്വവേദികൾ ഞങ്ങളായിരിക്കും ഏറ്റവും അധികം അനീതികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാൻ പരിശീലകൻ അമീർ ഗലനോയി ഏറെ വേദനയോടെയാണ് ഇങ്ങനെ പ്രതികരിച്ചത്. കളി കഴിഞ്ഞുടൻ ഞങ്ങളോട് രാജ്യം വിട്ടു പോകാനാണ് ഇക്കൂട്ടർ പറയുന്നത്. അടുത്ത വിമാനത്തിൽ തന്നെ മെക്സിക്കോയിലെ ക്യാമ്പിലേക്ക് മടങ്ങാൻ. കളിക്കാർക്ക് ഒരല്പം വിശ്രമിക്കാൻ പോലും സമയം നൽകാറില്ല. പിന്നാലെ എത്തി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കുന്നു ഇവർ. എന്തിനാണ് ഞങ്ങളെ തിരിച്ചയക്കുന്നത് എന്നറിയില്ല. മറ്റുള്ളവരാണ് ഞങ്ങളുടെ കാര്യത്തിൽ ആസൂത്രണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മത്സരത്തിന് 2 രാത്രി മുമ്പ് ഞങ്ങൾ ഇവിടെ എത്തേണ്ടതായിരുന്നു, പക്ഷേ അവർ അനുവദിച്ചില്ല. ഇന്ന് രാത്രി ഇവിടെ വിശ്രമിച്ച് നാളെ തിരിക്കാമെന്നാണ് കരുതിയത്. കളിക്കാർക്ക് പ്രോപ്പർ വിശ്രമം വേണമല്ലോ, എന്നാൽ അതിനും സമ്മതിച്ചില്ല. ഇതുകൊണ്ടൊക്കെ ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് കരുതരുത്, ഞങ്ങൾ ഈ മൈതാനങ്ങളിൽ തന്നെ ഉണ്ടാകും, ഗലനോയി പറഞ്ഞു നിർത്തി. നേരത്തെ ഇറാന്റെ 15 സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്ക് അമേരിക്ക വിസ നിഷേധിച്ചത് വലിയ വാർത്തയായിരുന്നു. ഒപ്പം മത്സരങ്ങൾക്കായി മാത്രമേ അമേരിക്കയിൽ പ്രവേശിക്കാവൂ എന്ന നിർദ്ദേശവും. ഇറാനിയൻ താരം മെഹത് തരേമിയും ഇക്കാര്യത്തിൽ തന്റെ ആശങ്ക പരസ്യമാക്കുന്നുണ്ട്. ലോകവേദിയിൽ ഒരു മത്സരം കഴിഞ്ഞ് അടുത്ത മത്സരത്തിനായി താരങ്ങൾക്ക് നന്നായി ഒരുങ്ങേണ്ടതുണ്ട്. കളിക്കാർ വലിയ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന നേരങ്ങളാണ് പലതും. ഇവിടെയാണ് മത്സരങ്ങൾ കഴിഞ്ഞിടൻ ഒരു വിശ്രമവുമില്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് പറക്കേണ്ടി വരുന്നത്. ഞങ്ങൾക്കിവിടെ ആരുടെയും പിന്തുണയില്ല. ഫിഫയ്ക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ കഴിയുമെന്നാണ് കരുതുന്നത്, തരേമി പ്രതികരിച്ചു. ഇന്നലെ സ്റ്റേഡിയത്തിന് പുറത്ത് ഇസ്രായേലി പതാകയേന്തിയ ഫാൻ ഗ്രൂപ്പുകൾ പലതും ഉണ്ടായിരുന്നു. നിലവിലെ ഇറാൻ ഭരണകൂടത്തിനെതിരെ അവർ ചാൻഡുകൾ മുടക്കി. സ്റ്റേഡിയത്തിൽ ഇറാൻ ദേശീയഗാനം മുടങ്ങിയപ്പോൾ ഗ്യാലറിയിൽ ഇരുന്ന് പലരും കൂവിയാർത്തു. മത്സരത്തിൽ 2 തവണ പിറകിലായിപ്പോയ ശേഷമാണ് ഇറാൻ സമനില പിടിച്ചത്. കരുത്തരായ ബെൽജിയത്തെയും ഈജിപ്തിനെയുമാണ് ഇറാന് ഗ്രൂപ്പിൽ ഇനി നേരിടാനുള്ളത്. ലോകകപ്പിൽ ഗ്രൂപ്പ് റൗണ്ട് കടന്നു കിട്ടിയാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇറാൻ അമേരിക്ക പോരിന് സാധ്യതയുണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഈ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഓസ്ട്രിയ, പരാഗ്വേ, തുർക്കി ടീമുകൾ അടങ്ങുന്ന ഗ്രൂപ്പ് ഡിയിലാണ് അമേരിക്ക. ഇറാൻ ഗ്രൂപ്പ് ജിയിലും. ഇരു ടീമുകളും തങ്ങളുടെ ഗ്രൂപ്പുകളിൽ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താൽ റൗണ്ട് ഓഫ് 32-ൽ ഇറാൻ അമേരിക്ക പോര് കാണാം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെയൊരു പോര് നടന്നാൽ അത് ചരിത്രത്തിൽ ഇടം പിടിക്കും. കഴിഞ്ഞ ദിവസം ലോകകപ്പ് മത്സരങ്ങൾക്കായെത്തിയ യുറുഗ്വേ താരങ്ങളുടെ ലഗേജുകൾ ബോംബ് സ്ക്വാഡിലെ നായകളെ കൊണ്ടടക്കം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് വലിയ വാർത്തയായിരുന്നു. ചെക്കിങ്ങിനിടെ മാനുവൽ ഉഗാർത്തിയുടെ റിയാക്ഷൻ സോഷ്യൽ മീഡിയയിൽ തരംഗമായി. ടൂർണമെന്റ് ആരംഭിക്കും മുമ്പ് തന്നെ രാഷ്ട്രീയ കാരണങ്ങൾ പലതുകൊണ്ടും വലിയ വിവാദങ്ങൾക്കാണ് അമേരിക്കൻ ലോകകപ്പ് തിരികൊളുത്തിയത്. ഇറാഖ് താരം ഐമൻ ഹുസൈനെ അമേരിക്കയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ചോദ്യം ചെയ്യലിനായി തടഞ്ഞു വെച്ചത് 7 മണിക്കൂറോളമാണ്. US വിസ നിഷേധിച്ചതിനാൽ സൊമാലിയൻ റഫറി ഒമർ അബ്ദുൽ ഖാദറിനെ ഫിഫ റഫറിമാരുടെ ചുരുക്കപ്പട്ടികയിൽ നിന്ന് വെട്ടി. വിസ നടപടിക്രമങ്ങൾക്കായി ഇറാനിയൻ ടീമിന് ചെലവഴിക്കേണ്ടി വന്നത് ദിവസങ്ങളാണ്. ടീമിന് അമേരിക്കയിൽ പ്രവേശിക്കാൻ മത്സര ദിവസങ്ങളിൽ മാത്രമാണ് അനുമതി. നേരത്തെ ഉസ്ബെക്കിസ്ഥാൻ ടീം അംഗങ്ങളെയും പരിശോധിച്ചത് ബോംബ് സ്ക്വാഡാണ്. സ്വിസ് താരം എംബോളോയുടെ വിസ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി. താരത്തിന് ടീമിനൊപ്പം ചേരാനായത് ദിവസങ്ങൾക്ക് ശേഷമാണ്. ദക്ഷിണാഫ്രിക്കൻ ടീമിലെ ചിലർക്ക് ആദ്യഘട്ടത്തിൽ വിസ അനുവദിച്ചിരുന്നില്ല. അവരും ടീമിനൊപ്പം ചേർന്നത് ദിവസങ്ങൾക്ക് ശേഷം. സെനഗൽ ടീം സ്റ്റാഫുകളിൽ ചിലർക്ക് ഷൂസ് അഴിപ്പിച്ച് വരെ സൂക്ഷ്മ പരിശോധന ഉണ്ടായിരുന്നു. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അമേരിക്കയിലേക്ക് തിരിക്കാനിരുന്ന നിരവധി ആരാധകർക്കാണ് വിസ നിഷേധിക്കപ്പെട്ടത്. ഖത്തർ ലോകകപ്പ് സമയത്ത് രാഷ്ട്രീയ വിവാദങ്ങൾ പലതും കത്തിക്കാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് വലിയ ആവേശമായിരുന്നുവെന്നും, എന്നാൽ അമേരിക്കയിലെ വിവാദങ്ങൾ ആർക്കും വാർത്ത തന്നെയല്ല എന്നും വിമർശനം ഉന്നയിക്കുന്നുണ്ട് ആരാധകർ.